മുതൽ സേനാ വിന്യാസം നടത്താൻ കേന്ദ്ര സർക്കാർ. കോക്രോച്ച് ജനതാ പാർട്ടിയും വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. ഇപ്പോൾ കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ ദില്ലിയിൽ എത്തുമെന്നും മുന്നറിയിപ്പ് CJP വക്താക്കൾ നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലും കൂടി കേന്ദ്ര സർക്കാർ സുരക്ഷ ശക്തമാക്കുകയാണ്. ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി CRPFന്റെ 20 കമ്പനികളെ കൂടി വിന്യസിക്കാൻ സർക്കാർ ഉത്തരവിട്ടെന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് ദില്ലിയിലേക്ക് വിമാനമാർഗം CRPF ഉദ്യോഗസ്ഥരെ എത്തിക്കും. ദില്ലിയിൽ അടിയന്തരമായി സേനാ വിന്യാസം ശക്തമാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ദില്ലിയിലെ ക്രമസമാധാനം ശക്തിപ്പെടുത്തുന്നതിനായി കൊൽക്കത്തയിൽ നിന്ന് ആകെ 20 CRPF കമ്പനികളെ വിമാനമാർഗം എത്തിക്കുന്നതിനായി സുരക്ഷാ വിഭാഗത്തിലെ ഔദ്യോഗിക വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ PTI അറിയിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്ന CRPF കമ്പനികളെയാണ് ദില്ലിയിലേക്ക് എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് CRPF കമ്പനികൾ ബംഗാളിൽ തുടരുകയായിരുന്നു. ഏകദേശം 100 ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് CRPFന്റെ ഒരു കമ്പനി. ദില്ലിയിലേക്ക് 20 കമ്പനിയെ കൂടി എത്തിക്കുന്നതോടെ 2000ഓളം ഉദ്യോഗസ്ഥരെ കൂടി സർക്കാരിന് അധികമായി വിന്യസിക്കാൻ കഴിയും. CJP പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കാനായി ദില്ലി പോലീസിന് പുറമെ ഏകദേശം 30 കമ്പനി CRPFനെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും കേന്ദ്ര സർക്കാർ വിന്യസിച്ചിട്ടുണ്ട്. CJP തിങ്കളാഴ്ച നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ദില്ലി പോലീസ് 10ഓളം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂദില്ലി ജില്ലയുടെ പരിധിയിലെ ഒന്നിലധികം സ്റ്റേഷനുകളാണ് കേസെടുത്തത്. അതേസമയം പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CJP നേതാക്കളും പ്രവർത്തകരും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ജന്തർ മന്ദറിലെ പ്രതിഷേധം തുടരാനാണ് CJPയുടെ തീരുമാനം. കൂടാതെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയറിയിച്ച് DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കുന്നതിലൂടെ മാത്രമേ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്ന് സ്റ്റാലിൻ തന്റെ എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു. തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ രാജ്യം മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. വൻതോതിലുള്ള ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുന്ന രീതിയിലാണ് നീറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ആദ്യം മുന്നറിയിപ്പ് നൽകിയത് അവരായിരുന്നു. അതുകൊണ്ടാണ് നീറ്റ് ഉയർത്തുന്ന അപകടങ്ങളെ നിരന്തരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തുടക്കം മുതൽക്കേ DMK അതിനെ എതിർത്തു വരുന്നതെന്ന് സ്റ്റാലിൻ പറഞ്ഞു. തുടർന്ന് ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന CJP സമരത്തിന്റെ കേന്ദ്ര ബിന്ദു നീറ്റ് റദ്ദാക്കൽ ആയിരിക്കണമെന്ന് സ്റ്റാലിൻ വാദിച്ചു. സാമൂഹ്യ നീതി സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുകയും 1ാം ഭരണഘടനാ ഭേദഗതി വഴിയൊരുക്കുകയും ചെയ്ത തമിഴ്നാടിന്റെ ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അത് നീറ്റ് റദ്ദാക്കുക എന്നതാണ്. മറ്റേതൊരു ആവശ്യത്തെക്കാളും നീറ്റ് നിർത്തലാക്കുക എന്നതാണ് പ്രതിഷേധത്തിന്റെ കാതൽ. ഇത് സംഭവിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. നീറ്റ് നിരോധിക്കൂ, വിദ്യാർത്ഥികളെ രക്ഷിക്കൂ എന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.